ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് ബാക്കി വന്ന പുട്ട് കൊണ്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ രാവിലെയൊക്കെ പുട്ട് ഉണ്ടാക്കിയാൽ ബാക്കി വന്നാൽ അത് കഴിക്കാൻ കുട്ടികൾക്ക് മടിയായിരിക്കും. സ്കൂളിട്ട് വന്നാലൊക്കെ അവർക്ക് അത് എന്താ പറയുക, പുട്ട് കൊണ്ടൊരു ഉപ്പുമാവെന്ന് പറയാം. അപ്പം അത് ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയൊക്കെ പാടെ ഇട്ട് വഴറ്റി മുട്ടയും ഒക്കെ ചേർക്കുമ്പോൾ അതൊരു നല്ലൊരു പലഹാരമാവും. കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് തീ കത്തിക്കുക. അതിനുശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം വലിയുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു വലിയൊരു വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് മൂത്ത് പോകുമൊന്നും വേണ്ട, ഒരു ഹാഫ് വേവിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ പച്ചമുളകും, ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി കൊത്തിയരിഞ്ഞത്, അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഞാൻ തീ സിമ്മിലാക്കിയിട്ട് വേണം ഇത് ഇളക്കാൻ. ഒരല്പം കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചതാണ്. അത് അതിലേക്ക് ആ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് ഞാൻ ഉള്ളി വഴറ്റിയപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി മുട്ടയിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും മുട്ടയൊക്കെ പാടെ ഇളക്കി യോജിപ്പിക്കണം. മുട്ടക്കൂട്ട് നന്നായിട്ട് ഇളക്കി യോജിച്ചിട്ടുണ്ട്. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വറുത്ത് മാറിയിട്ടുണ്ട്. അതിലേക്ക് അല്പം കുരുമുളകും പൊടി ഇട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പുട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കണം. ഞാനൊരു 3 പുട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ആ 3 പുട്ടിനുള്ള മുട്ടയും ഉള്ളിയാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. നിങ്ങൾ പുട്ട് അധികം എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഉള്ളിയും മുട്ടയൊക്കെ കൂടുതൽ എടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെ ആ എരിവും മുട്ടയുടെ ആ ടേസ്റ്റൊക്കെ വരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. അങ്ങനെ പുട്ട് കൊണ്ട് ഒരു വെറൈറ്റി റെസിപ്പി ഞാൻ പരീക്ഷിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ബാക്കി വന്ന പുട്ട് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. എനിക്ക് ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ ജ്യേഷ്ഠത്തി പറഞ്ഞു തന്നതാണ്. അവളുണ്ടാക്കി പരീക്ഷിച്ചാണ്. അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് എവിടെയും കണ്ടിട്ടൊന്നുമില്ല. ഇനി ആരെങ്കിലും ഉണ്ടാക്കിക്കണമെന്ന് അറിയില്ല. ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.